ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ ടൈം ടേബിളിൽ നിങ്ങൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചാലും ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി, ഫിസിക്സ് ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ നേരത്തെ പഠിക്കണം. പക്ഷേ ആ എക്സാമിന്റെ തലേ ദിവസം കാണിക്കുന്ന ഒരു സർക്കസ് ഇല്ലേ, അത് ഈ സബ്ജക്റ്റിന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ നേരത്തെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. എനിക്ക് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് എക്സാം മാത്സ് ആണ്. അത് എത്ര കുഴപ്പമില്ല, മാത്സ് ടഫ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടംപോലെ സമയമുണ്ട്. ലാംഗ്വേജും കൂടെ വരുന്നുണ്ട്, അത് പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ അതിന് മുമ്പ്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. നിങ്ങൾ ആ 2 പരീക്ഷ എഴുതി വൈകുന്നേരം ക്ഷീണിച്ച് വന്നിട്ട് തൊട്ടടുത്ത് പോയി രാവിലെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ പരീക്ഷ എഴുതണം. നേരത്തെ പഠിച്ചവരുണ്ട്. കാരണം ചാപ്റ്ററും പോയോ ഡിസ്കോഴ്സിന്റെ ഫോർമാറ്റുകളും ഡിസ്കോഴ്സ് എഴുതാനുള്ള സാധനം ഗ്രാമർ എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വൈകുന്നേരം കൊണ്ട് തലേ കയറ്റാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ് സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിന് മുൻപത്തെ ആഴ്ചയെങ്കിലും ചാപ്റ്റേഴ്സ് ഫുൾ വായിക്കുക, പോയം വായിക്കുക, യൂട്യൂബിൽ വൺ ഷോട്ട് കിടപ്പുണ്ട്, ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കിടപ്പുണ്ട്. എവിടെ നിന്നാണ് ഇത് പഠിച്ച് വെക്കുക ഇംഗ്ലീഷ്, അല്ലെ പണി കിട്ടും. ഓക്കെ, ഹിന്ദിയും ബയോളജിയാണ് അടുത്ത പ്രശ്നക്കാർ. കാരണം ഹിന്ദിയും ബയോളജി ലാംഗ്വേജ് ആഫ്റ്റർനൂൺ നിങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് തൊട്ടടുത്ത ദിവസം നിങ്ങൾ 2 പരീക്ഷ എഴുതുന്നത്. ഫിസിക്സിന്റെ കാര്യത്തിൽ ഇതേ അവസ്ഥയാണ്. കാരണം ഓക്കെ, നിങ്ങളുടെ അവസ്ഥയാണ് പ്ലസ് 1 പ്ലസ് 2കാർക്ക് ഇതിനേക്കാൾ എളുപ്പമാണ് ടൈം ടേബിൾ. ഓക്കെ, അവസ്ഥയാണ്. ആഫ്റ്റർനൂൺ വന്നിട്ട് നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ഫിസിക്സ്, അപ്പോൾ വീണ്ടും ഫിസിക്സ് എന്ന് രാത്രി 2 പരീക്ഷ എഴുതിക്കാൻ വരുന്നതായിരിക്കും. എന്നിട്ട് വേണം നിങ്ങൾ ഫിസിക്സ്. പറ്റില്ല. ടൈം ടേബിൾ ഭയങ്കര നല്ല ടൈം ടേബിൾ ആണോ? അല്ല, ഭയങ്കര നല്ല ടൈം ടേബിൾ അല്ല. എന്നാൽ ടൈം ടേബിൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ നമുക്കിതിന്റെ ഇടയിലല്ല പഠിക്കേണ്ടതൊക്കെ നേരത്തെയാണ്. ഞാൻ പറയുന്നത് റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ റിവിഷൻ നിങ്ങൾ ഫിസിക്സിലും നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത് വെക്കണം. നല്ലതായിരിക്കും. ഓക്കെ, റെഡി. അപ്പോൾ ഈ രീതിയിൽ ഈ 3-4 സബ്ജക്ട്സ് നിങ്ങൾ ഒന്ന് നേരത്തെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? എക്സാമിനറുടെ ബാച്ചിൽ അടിപൊളി ക്ലാസ്സസ് ലൈവായിട്ട് ക്ലാസ്സസ്, അതിനുശേഷം ക്വസ്റ്റൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ അടിപൊളി എടുക്കുന്നുണ്ട്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് 10ാം ക്ലാസ്സിന്റെ കുറേ പഴയുള്ള ക്വസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ട് കുറേ കാര്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാ കുറേ ക്വസ്റ്റൻസ് നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് പഠിക്കണം. അതിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം.